Hi students, I am Sindhu. MCOM ഫസ്റ്റ് സെമിസ്റ്ററിൽ MCA 4-ലെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് അതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ട് അല്ലേ. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്, നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഘടകമാണ് എന്ന് പറയാം. ഇനി ഈ ചാപ്റ്ററിൽ അതായത് നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് റെസ്പോൺസ് ടു സം ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇഷ്യൂസ്, അതായത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ്, അതിന് നമ്മുടെ സ്റ്റേറ്റ് എങ്ങനെയാണ് റെസ്പോൺസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ആൻഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റൈറ്റ്സുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് പോളിസി ആസ് പ്രൊവൈഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റീവ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ഗവൺമെൻറ്റ്സ് റോൾ ഇൻ ബിസിനസ് ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലുള്ള ബിസിനസ്സിന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണ്, അതിൻ്റെ വിവിധ ഡയമെൻഷൻസ്, ചേഞ്ചസ് ഇൻ ഇറ്റ്സ് റെഗുലേറ്ററി ആക്ടിവിറ്റി, അതേപോലെ തന്നെ ഇൻ ദ പോസ്റ്റ് ലിബറലൈസേഷൻ ഇറ, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്, ഇതൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് അല്ലേ, നമ്മൾ പറഞ്ഞു നമ്മുടെ സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള ഓരോ ഭരണ കാര്യങ്ങൾ എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും എങ്ങനെയാണ് ബാധിക്കുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത്, ഈ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ പറയുന്നത്. ഇപ്പോൾ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു പൊളിറ്റിക്കൽ കണ്ടീഷൻസ്, അതായത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വിവിധ ഫോഴ്സസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് വിച്ച് ഹാവ് എ ബിയറിംഗ് ഓൺ ബിസിനസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിലെ കുറേ ഫാക്ടേഴ്സ് എന്തിനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. അതിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ ഈ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഫാക്ടേഴ്സ്, അതായത് ഇപ്പോൾ കുറേ ഫാക്ടേഴ്സ് നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ഏതൊക്കെയാണെന്നാ പറയണത്, പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, അതേപോലെ തന്നെ ഇലക്ടറൽ മെജോറിറ്റി ഓഫ് ദ പാർട്ടി ഇൻ പവർ, സ്ട്രെങ്ത് ദ പാർലമെന്ററി ഓപ്പോസിഷൻ പാർട്ടീസ്, അതേപോലെ തന്നെ ഇന്റേണൽ ഡിസെൻഷൻസ് വിത്തിൻ ദ റൂളിംഗ് പാർട്ടി, അതായത് റൂൾ ചെയ്യുന്ന അതിൻ്റെ ഇടയിലും എന്തുണ്ടായിരിക്കാം, കുറേ ഡിസെൻഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ പെടുന്നത്, ഈ ഫാക്ടേഴ്സിൽ പെടുന്നത്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത് പല രീതിയിൽ നമ്മുടെ ബിസിനസ് ഫേമിനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ പറഞ്ഞത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള ഹാങ് ഓവറാണ് അതിന് ഉണ്ടാകുക. അതായത് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് റെക്കറിംഗ് ആൻഡ് വൈഡ് സ്പ്രെഡ് ഇൻസിഡൻസ് ഓഫ് ക്രൈം, എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ക്രൈം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ക്രൈം, അതേപോലെ വയലൻസ് ആർ ആൾസോ ട്രേസബിൾ ടു പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്, ക്രൈമും അതേപോലെ തന്നെ വയലൻസും. പിന്നെന്താണ്, കോൺസ്റ്റിറ്റ്യൂട്ട് ബിസിനസ് റിസ്ക്, ബിസിനസ്സിൽ എന്തുണ്ടായേക്കാം, ബിസിനസ് റിസ്കുകൾ ഉണ്ടായേക്കാം. അപ്പോൾ അതേപോലെ വേറൊരു കാര്യമാണ് പറയുന്നത് പ്രെഡിക്റ്റബിലിറ്റി ഓഫ് ദ ബിസിനസ് പ്രോസ്പെക്ട്സ്, അതായത് നമുക്ക് ബിസിനസ്സിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റാത്തൊരവസ്ഥ ഉണ്ടായേക്കാം. അതായത് ബിസിനസ്സിൽ റിസ്ക് ഉണ്ടായേക്കാം, അതേപോലെ തന്നെ പലതരത്തിലുള്ള വയലേഷൻസും അതേപോലെ തന്നെ ക്രൈമുകളും ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതിലൂടെ, ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയിലൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് മേ ഹാവ് റീജിയണൽ, നേഷണൽ ആസ് വെൽ ആസ് ഗ്ലോബൽ ഇംപ്ലിക്കേഷൻസ്.
പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് മേ ഹാവ് റീജിയണൽ, അതായത് ഒരു റീജിയണിലും അതേപോലെ തന്നെ നേഷണലായിട്ടോ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലോബലായിട്ടോ എന്തുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്, കലഹങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിനെ ഇനി ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്നത് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഗ്രേറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഓർ ലെസർ ഡിഗ്രി, ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അതിനെ അഫക്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിലോ ഒരു ലെസർ ആയിട്ടുള്ള ഒരളവിലെങ്കിലും ഇതിനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ബിസിനസ് പരിതസ്ഥിതിയെ അഫക്റ്റ് ചെയ്യും. ഏത്, ബൈ ദ ഗവൺമെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് അറ്റ് സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ലെവൽ, അതായത് സെൻട്രൽ ലെവലിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെവലിലോ അതല്ലാന്നുണ്ടെങ്കിലോ ലോക്കൽ ലെവലിലോ, ഇങ്ങനെ എന്താണ് 3 ലെവലിലും എന്തായിട്ട് വന്നേക്കാം. അതായത് അതൊരു തെറ്റായ രീതിയിൽ, അതായത് എപ്പോഴും അതിനെന്താണ് മാറ്റങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ മെയിൻറ്റെയിനിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ 3 ലെവലിലും എന്താണ് പ്രശ്നങ്ങൾ വന്നേക്കാം. ഇനി ദ ഫേംസ് ഹാവ് ടു ആൻറ്റിസിപ്പേറ്റ് സച്ച് ചേഞ്ചസ്. ഫേംസ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഏകദേശം കുറെ കാര്യങ്ങളെങ്കിലും നമ്മൾ എന്താണ് ആന്റിസിപ്പേഷൻ ചെയ്യണം. അതേപോലെ തന്നെ അനലൈസ് ദെയർ ഇമ്പാക്ട് ഓൺ ദ ബിസിനസ് ആൻഡ് വിത്ത് എ വ്യൂ ടു predict the probable losses or risk. അതായത് ഇങ്ങനെയുള്ള, അതായത് ഇപ്പോൾ ഇങ്ങനെ ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് ഫേമിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ ഭാവിയിൽ വരാവുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒരു പരിധിവരെയെങ്കിലും നമ്മൾ പ്രഡിക്ഷൻ ചെയ്യുകയും അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും വേണം, തീരുമാനങ്ങളൊക്കെ എടുക്കുകയും വേണം. 100% ഭാവിയിൽ എന്താണ് വരിക എന്നുള്ളതൊന്നും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. എന്നാലും ഒരു പരിധിവരെയെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഫേമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്തയോട് കൂടി തന്നെ നമ്മുടെ ഫേമിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, മാനേജേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്, അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്നാണ് പറയുന്നത്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ എലമെന്റ്സ് ഓഫ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. പൊളിറ്റിക്കൽ എൻവയോൺമെന്റിലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് 4 എലമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, പൊളിറ്റിക്കൽ സിസ്റ്റം, അതായത് നമ്മുടെ രാജ്യത്ത് അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം ഏതാണ്, അതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ പ്രോസസ്സസ്, അടുത്തത് സ്റ്റെബിലിറ്റി ഓഫ് ദ പൊളിറ്റിക്കൽ സ്ട്രക്ചർ, അതേപോലെ തന്നെ സെന്റർ സ്റ്റേറ്റ് റിലേഷൻ. ഇങ്ങനെ 4 എലമെന്റ്സിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിലെ ക്രിട്ടിക്കൽ എലമെന്റ്സ് എന്നുള്ള ഒരു ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റ് വൺ പൊളിറ്റിക്കൽ സിസ്റ്റം. ഇനി ഈ ഇന്ത്യൻ പോളിറ്റി ഓർ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഗവേൺ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഗവേൺ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയാണ്. which was adopted by the Constituent Assembly in November 1949. അത് എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്തത്? നവംബർ 1949 അഡോപ്റ്റ് ചെയ്തത്. ഇനി came into force on 26th January 1950. അത് എപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നത്? 26 ജനുവരി 1950 എന്തായത്? came into force പ്രാബല്യത്തിൽ വന്നത്. ഇപ്പോ അറ്റ് പ്രസന്റ് 28 സ്റ്റേറ്റ്സ് ആൻഡ് 7 യൂണിയൻ ടെറിട്ടറീസ്, 28 സ്റ്റേറ്റ്സുകളും അതേപോലെ തന്നെ 7 യൂണിയൻ ടെറിട്ടറീസുമാണ് ഉള്ളത്. നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ. നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ആണ്. പക്ഷേ he has to act in accordance with the aid and advice of the council of ministers. പക്ഷേ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ആരുടെ സഹായത്തോടെയും അഡ്വൈസിനും അനുസരിച്ചാണ്? നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് അതേപോലെ തന്നെ എയ്ഡ് ഇതോടുകൂടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ സഹായവും അതേപോലെ തന്നെ അഡ്വൈസും അതിനനുസരിച്ചാണ് നമ്മുടെ പ്രസിഡന്റ് വർക്ക് ചെയ്യുന്നത്. ഇനി
ഈ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു വിത്ത് പ്രൈം മിനിസ്റ്റർ ആസ് ഇറ്റ്സ് ഹെഡ്. അതായത് ഈ കൗൺസിലിന്റെ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് ആരായിരിക്കും? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇനി ഇൻ ദ സ്റ്റേറ്റ്, അപ്പോൾ പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ സ്റ്റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഗവർണർ ഈസ് ദ ഹെഡ് ഓഫ് എക്സിക്യൂട്ടീവ്. നമ്മുടെ സ്റ്റേറ്റിന്റെ ഗവർണർ സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ഗവർണറാണ് അല്ലെ? ഗവർണർ ഈസ് ദ ഹെഡ് ഓഫ് എക്സിക്യൂട്ടീവ്. പക്ഷേ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ഗവൺമെന്റ് വെസ്റ്റ് ഇൻ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് with the chief minister as its head, and the council of ministers is collectively responsible to the state legislative assembly. അതായത് നമ്മുടെ സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ഗവർണർ ആണെന്ന് പറഞ്ഞു. പക്ഷെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ഗവേണൻസ് എന്ന് പറയുന്നത് ആരുടെ കൈകളിലാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കൈകളിലാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇനി ആ മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. അപ്പൊ ഇവരുടേതായിട്ടുള്ള ആ ഒരു എന്താ പറയാ കൺട്രോളിലോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കൺട്രോളിൽ എന്നതിനേക്കാൾ എയ്ഡിലോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ടോ ഒക്കെ ആർക്ക് ഉണ്ടായിരിക്കാം? നമ്മുടെ ഗവർണർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ലീഡ് ചെയ്ത് പോകുന്നത്. ഇനി അടുത്തത് പറയുന്നത് നമുക്കറിയാം അല്ലെ, ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ദ സുപ്രീം ലെജിസ്ലേറ്റീവ് ബോഡി ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്. സുപ്രീം ലെജിസ്ലേറ്റീവ് ബോഡി ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്. കൺസിസ്റ്റിംഗ് ഓഫ് 2 ഹൗസസ്. അതിന് 2 ഹൗസസ് ഉണ്ട് അല്ലെ? പാർലമെന്റിന് 2 ഹൗസസ് ഉണ്ട്. ഒന്ന് ലോകസഭയും അതേപോലെ തന്നെ 2 രാജ്യസഭയും. ഇനി ലോകസഭ എന്ന് പറയുന്നത് എന്താണ്? ഹൗസ് ഓഫ് പീപ്പിൾ ആണ്. രാജ്യസഭ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ്. ഇനി മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ ചൂസൺ ബൈ ഡയറക്റ്റ് ഇലക്ഷൻ ഫോർ എ 5 ടേം അല്ലെങ്കിൽ 5 ഇയർ ടേം. അതായത് മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭയിലെ മെമ്പേഴ്സ് ആർ ചൂസൺ ബൈ തെരഞ്ഞെടുക്കുന്നത് ഡയറക്റ്റ് ഇലക്ഷൻ മുഖാന്തരമാണ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇലക്ഷൻ മുഖേനയാണ് ഫോർ എ 5 ഇയർ ടേം. അതായത് 5 വർഷത്തേക്കാണ് ലോകസഭയിലെ മെമ്പേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് അഡൾട്ട് സഫ്രേജ്. അതായത് ഓൺ ദ ബേസിസ് ഓഫ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ തെരഞ്ഞെടുക്കുന്നത്? അഡൾട്ടിന്റെ സഫ്രേജ്. അതായത് സഫ്രേജ് എന്ന് പറഞ്ഞാൽ എന്താ? വോട്ട്. അത് മുഖാന്തരമാണ് ലോകസഭയിലെ മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത്. ഇനി ഇലക്ഷൻ ഓഫ് രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് ആണ്. ഇലക്ഷൻ ഓഫ് രാജ്യസഭ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്. ഇവരെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? ബൈ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ്. ഇവരെ തെരഞ്ഞെടുക്കുന്നത് അതായത് രാജ്യസഭ അല്ലെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഇനി പാർലമെന്റിനെ പോലെ തന്നെ സ്റ്റേറ്റ്സ് ഹാവ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് വിച്ച് ആർ ആൾസോ ഇലക്റ്റഡ് ബോഡീസ്. There is direct election of members for a 5-year term from territorial constituencies of the state. അവിടുത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇലക്ഷൻ ആണ് മെമ്പേഴ്സിന്റെ. അതിന് എത്ര വർഷത്തേക്കാണ്? 5 ഇയർ ടേമിലേക്കാണ് ഫ്രം ദ ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഓഫ് ദ സ്റ്റേറ്റ്. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ഫ്രം ജൂൺ 1993. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്താണ്? എഫക്റ്റീവ് അല്ലെങ്കിൽ എഫക്റ്റിൽ വന്നത് എന്നാണ്? ഫ്രം ജൂൺ 1993 മുതൽക്കാണ്. ഹാസ് പ്രൊവൈഡഡ് ഫോർ 3 ടൈപ്സ് ഓഫ് മുനിസിപ്പാലിറ്റീസ്. അത് പ്രകാരം എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? 3 തരത്തിലുള്ള മുനിസിപ്പാലിറ്റീസ്. അതായത് അതിന്റെ പേരുകള് നാഗർ പഞ്ചായത്ത് ഫോർ ഏരിയാസ് ഇൻ ട്രാൻസ്മിഷൻ ഫ്രം എ റൂറൽ ഏരിയ ടു അർബൻ ഏരിയ. അതായത് റൂറൽ ഏരിയാസിൽ നിന്നും അർബൻ ഏരിയയിലേക്ക് മാറുന്ന ഏരിയാസിന് പറയുന്ന പേരാണ് എന്ത്? നാഗർ പഞ്ചായത്ത് എന്നുള്ളത്. അതേപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിൽ ഫോർ സ്മോൾ അർബൻ ഏരിയാസ് അല്ലെങ്കിൽ സ്മോളർ അർബൻ ഏരിയാസ് അതിനെന്താണ്? മുനിസിപ്പൽ കൗൺസിൽ ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഫോർ ലാർജ് അർബൻ ഏരിയാസിന് എന്താണ്? മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. ഇനി വില്ലേജ് ലെവലിൽ എന്തുണ്ടായിരിക്കും? ഗ്രാമസഭ ആൻഡ് പഞ്ചായത്ത് ഫംഗ്ഷൻ ആസ് എ യൂണിറ്റ്സ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? ഗ്രാമസഭയും അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രവർത്തിക്കും. ഇപ്പൊ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ
സിസ്റ്റം എങ്ങനെയാണോ അവർ കാര്യങ്ങളൊക്കെ നടത്തുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്, അത് തീർച്ചയായിട്ടും നമ്മുടെ എന്തിനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ചുറ്റുപാടിനെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് ഫാക്ടർ. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പ്രോസസ്സസ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഗവേൺ ചെയ്യുന്നത് എന്താണ്? ഇലക്ടറൽ ലോസ് ആണ്. നമ്മുടെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റം, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഗവേൺ ചെയ്യുന്നത് ആരാണ്? ഇലക്ടറൽ ലോസ് ആണ്. അതായത് അതിനെ സംബന്ധിച്ചുള്ള കുറേ നിയമങ്ങളുണ്ട്. അങ്ങനെയുള്ള ലോസിനെയാണ് നമ്മൾ ഇലക്ടറൽ ലോസ് എന്ന് പറയുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ നിയമങ്ങളാണ് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ഗവേൺ ചെയ്യുന്നത്. ഇനി വിച്ച് സപ്ലിമെന്റ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഫോർ ദ setting up of Election Commission of India as an independent authority. പിന്നെ which supplement the constitutional provisions. ഇത് എന്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുറെ പ്രൊവിഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ ദ സെറ്റിംഗ് അപ്പ് ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതായത് ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള കുറെ പ്രൊവിഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. The law provides for registration of political parties by the election commission. Law എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഫോർ രജിസ്ട്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ അതിന് വേണ്ടതായിട്ടുള്ള നിയമങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ദ കൺസെപ്റ്റ് ഓഫ് സെക്യുലർ സ്റ്റേറ്റ് വാസ് അഡോപ്റ്റഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എന്തും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്? സെക്യുലർ സ്റ്റേറ്റ്. ദ കൺസെപ്റ്റ് ഓഫ് സെക്യുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? മതേതരത്വം എന്നാണ് അല്ലെ. അപ്പൊ സ്റ്റേറ്റ് വാസ് അഡോപ്റ്റഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഈ സ്റ്റേറ്റ് ഓർ ദി ഗവൺമെന്റ് കനോട്ട് എയ്ഡ് വൺ റിലീജിയൻ ഓർ ഗിവ് പ്രിഫറൻസ് ടു വൺ റിലീജിയൻ ആസ് എഗെയിൻസ്റ്റ് അനദർ. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ മാത്രം ഇവരെന്താണ് മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക, അതൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അതാണ് നമ്മളെ മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ദ സ്റ്റേറ്റ് ഓർ ഗവൺമെന്റ് കനോട്ട് എയ്ഡ് വൺ റിലീജിയൻ, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക റിലീജിയന് മാത്രം എന്ത് ചെയ്യുക, എയ്ഡ് അല്ലെങ്കിൽ സഹായങ്ങൾ ചെയ്യാം. ഓർ ഗിവ് പ്രിഫറൻസ് ടു വൺ റിലീജിയൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലീജിയന് മാത്രം പ്രത്യേക പ്രിഫറൻസ് കൊടുക്കുക. ആസ് എഗെയിൻസ്റ്റ് അനദർ, അതായത് വേറൊന്നിനെ എതിർത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് മാത്രം സഹായങ്ങൾ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടും പ്രിഫറൻസ് ചെയ്തുകൊണ്ടും ഒരു കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, സ്റ്റേറ്റ് നടപ്പിലാക്കുന്നില്ല. ഇനി സം ഓഫ് ദി ഇഷ്യൂസ് ടേക്കൺ അപ്പ് ബൈ ദ പാർട്ടീസ് have been alleviation of poverty, problems of backward classes. അതായത് നമ്മുടെ ഗവൺമെന്റ് എന്തിനു വേണ്ടതായുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്? have been alleviation of poverty, അതായത് ദാരിദ്ര്യം ഇല്ലാതാക്കുക. അതേപോലെ തന്നെ പ്രോബ്ലംസ് ഓഫ് ബാക്ക്വേർഡ് ക്ലാസ്സസ്, പിന്നോക്ക വർഗ്ഗക്കാരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സിൽ ജീവിക്കുന്നവരുടെ പ്രോബ്ലംസ്. അതേപോലെ തന്നെ ജനറേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഫോർ ദ അർബൻ മിഡിൽ ക്ലാസ്, റൂറൽ അപ്ലിഫ്റ്റ്മെന്റ്, സബ്സിഡൈസിങ് അഗ്രികൾച്ചറൽ ഇൻപുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനാണ് നമ്മുടെ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ദാരിദ്ര്യം ഇല്ലാതാക്കുക, അതേപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസസിന്റെ ഉന്നമനം, അതേപോലെ തന്നെ റൂറൽ അപ്ലിഫ്റ്റ്മെന്റ്, സബ്സിഡൈസിങ് അഗ്രികൾച്ചറൽ ഇൻപുട്ട്, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകളൊക്കെ എങ്ങനെയാണ് സബ്സിഡിയോടുകൂടി പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ലിറ്ററസി, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, വുമൻസ് എംപവർമെന്റ്, അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി തേർഡ് പോയിന്റ് ആണ് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ദ പൊളിറ്റിക്കൽ സ്ട്രക്ചർ. സ്റ്റെബിലിറ്റി ഓഫ് ദ പൊളിറ്റിക്കൽ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. പൊളിറ്റിക്കൽ സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ എക്സിക്യൂട്ടീവ് പവർ അറ്റ് ദ സെന്റർ ആൻഡ് the state lies with the ministries or departments, secretariats and officers. അതായത് നമ്മുടെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് അറ്റ് ദ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് ലെവലിലായിക്കോട്ടെ സെൻട്രൽ ലെവലിലായിക്കോട്ടെ ആരുടെ കൈകളിലാണ്? മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ്, സെക്രട്ടേറിയറ്റ്സ് ആൻഡ് ഓഫീസേഴ്സ്. ഇവരാണ് നമ്മുടെ ഭരണപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
The functionaries are accountable to the respective ministries, which in turn are responsible to the legislators at the union and state level. അതേപോലെ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAGI എന്നൊക്കെ നമ്മൾ പറയും. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഹു ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്, അയാളെ അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ആണ്. ഹാസ് ദ ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഓൺ ദ അക്കൗണ്ട്സ് ഓഫ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, അയാൾക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിനും എന്തിൻ്റെതായുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്? റിപ്പോർട്ട് ഓൺ അക്കൗണ്ട്സ് ഓഫ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, യൂണിയന്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെയോ ഇതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അക്കൗണ്ട്സുകളെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടി ആർക്കാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യക്കാണ്. ദീസ് റിപ്പോർട്ട്സ് ആർ സബ്മിറ്റ് ടു ദ പ്രസിഡന്റ് and respective governance and also placed before parliament and state legislators. ഇങ്ങനെയുള്ള ഈ റിപ്പോർട്ടുകൾ are submitted to the president, അതായത് ആരുടെ മുന്നിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ CAGI റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്? പ്രസിഡന്റ് ആൻഡ് റെസ്പെക്റ്റീവ് ഗവർണർ and also placed before parliament and state legislators. പിന്നെ ആരുടെ മുന്നിലും അവതരിപ്പിക്കണം എന്നാണ് പറയുന്നത്? പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സ്. ഇനി ചില സമയങ്ങളിൽ sometimes there is crisis when things go out of control by the state government. ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൈകളിൽ നിന്നും എന്തായേക്കാം? ഔട്ട് ഓഫ് കൺട്രോൾ ആയേക്കാം. ഗോ ഔട്ട് ഓഫ് കൺട്രോൾ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ അങ്ങനെയും എന്തുണ്ടായേക്കാം? ചില തരത്തിലുള്ള ബുദ്ധിമുട്ടുകള് ഉണ്ടായേക്കാം. ഇൻ ദാറ്റ് കേസ് പ്രസിഡന്റ് റൂൾ ക്യാൻ ബി അപ്ലൈഡ്. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? പ്രസിഡന്റിന്റെ റൂളുകൾ എന്താണോ അതാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. സംടൈംസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ആൾസോ ബീൻ അമെൻഡഡ്. ചിലപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എന്ത് വരുത്തേണ്ടതായിട്ട് വരാം? അമെൻമെന്റ്സുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഭേദഗതികൾ വരുത്തേണ്ടതായിട്ട് വരാം. അപ്പൊ ഈ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ അഫക്റ്റിംഗ് അവർ ബിസിനസ് എൻവയോൺമെന്റ്. അടുത്തത് നമ്മുടെ നാലാമത്തെ പോയിന്റ് ആണ് സെന്റർ സ്റ്റേറ്റ് റിലേഷൻസ്. അതായത് സെന്ററും അതേപോലെ തന്നെ സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ്? ആ ബന്ധങ്ങളും ഒരു പരിധി വരെ ഏതിനെ അഫക്റ്റ് ചെയ്യും? നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഇൻ ദ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. ഇനി while framing constitution of India, അതായത് നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ലീഡർ did visualize the possibility of conflict interest between the union and the federating state. അതായത് യൂണിയനും അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റുകളും തമ്മിൽ എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്? കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ലീഡേഴ്സ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ആ പോസിബിലിറ്റി ഓഫ് ദ കോൺഫ്ലിക്റ്റ് കൂടെ വിഷ്വലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് മുന്നേ കൂട്ടി ഇങ്ങനെ ഉള്ള കോൺഫ്ലിക്റ്റിന് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മുന്നേ കൂട്ടിയിട്ട് വിഷ്വലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. There is a threefold enumeration of powers. അതായത് യൂണിയൻ ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഉണ്ട്, കൺകറന്റ് ഉണ്ട്. There is threefold enumeration of powers. പവറുകൾ എങ്ങനെയൊക്കെയാണെന്നാണ്? യൂണിയൻ, സ്റ്റേറ്റ്, അതേപോലെ തന്നെ കൺകറന്റ്. Subjects included in the union list are the ones on which only central government make policies. അല്ലേ? നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് ആണ് യൂണിയൻ ലിസ്റ്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് മേക്ക് പോളിസി. സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്തെടുക്കുന്നത്? പോളിസികളെല്ലാം എടുക്കുന്നത് അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യപ്പെടുന്നത്. ലൈക്ക്വൈസ് സബ്ജക്ട്സ് ഇൻ ദ സ്റ്റേറ്റ്. ഇനി നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച കാര്യങ്ങളോ ലെഫ്റ്റ് ഫോർ ദ സ്റ്റേറ്റ്. അതാർക്കാണ്? സ്റ്റേറ്റിനാണ് അതിനെ കുറിച്ചിട്ടുള്ള പവറുകളും കാര്യങ്ങളൊക്കെ. And on the subjects included in the concurrent list, both the central and the state government can make policies. അതേപോലെ തന്നെ കൺകറന്റ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ആരാണ് എടുക്കുന്നത്? സെൻട്രൽ അതേപോലെ തന്നെ സ്റ്റേറ്റ്, രണ്ട് കൂട്ടരും കൂടി ചേർന്നാണ് എന്തെടുക്കുന്നത്? കൺകറന്റ് ലിസ്റ്റിൻ്റെതായുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഇതാണ് സെന്റർ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻസിൽ പറയുന്നത്. അപ്പോൾ രണ്ട് കൂട്ടരും കൂടെ എടുക്കേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. ഇനി ഇത് ഇങ്ങനെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത്.
അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് സോഷ്യൽ പ്രോസസ്. സ്റ്റേറ്റ് ആൻഡ് സോഷ്യൽ പ്രോസസ്, അതായത് നമ്മുടെ സ്റ്റേറ്റും അതേപോലെ തന്നെ വിവിധ സോഷ്യൽ പ്രോസസ്സുകളും എങ്ങനെയൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ കുഡ് നോട്ട് ഹാവ് ഇഗ്നോർഡ് സച്ച് സോഷ്യൽ ഇഷ്യൂസ്. അതായത് നമ്മുടെ സ്റ്റേറ്റ്, ഇന്ത്യയിലുള്ള സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നില്ല, കുറേ സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ കുഡ് നോട്ട് ഹാവ് ഇഗ്നോർഡ്, അതായത് അതിനെ മുഴുവനായിട്ട് ഇഗ്നോർ ചെയ്യുന്നൊന്നുമില്ല. അതായത് പ്രധാനമായിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത് സെക്യുലറിസം, നേരത്തെ നമ്മൾ കണ്ടതാണ് എന്താണ് സെക്യുലറിസം. അതേപോലെ തന്നെ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് യൂണിഫോം സിവിൽ കോഡ്, എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് യൂണിഫോം സിവിൽ കോഡ്, അതായത് ഒരു യൂണിഫോം ആയിട്ടുള്ള സിവിൽ കോഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. റൈറ്റ്സ് ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, റൈറ്റ്സ് ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, അതേപോലെ തന്നെ സോഷ്യൽ ഡിസ്പാരിറ്റീസ് എക്സെട്ര, സോഷ്യൽ ഡിസ്പാരിറ്റീസ് എക്സെട്ര. അതായത് ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾസ് ആണ്? സോഷ്യൽ ഇഷ്യൂസിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്, ഇതിനെ ഇഗ്നോർ ചെയ്യപ്പെടുന്നില്ല. അതിനുള്ള എക്സാമ്പിൾസ് പറഞ്ഞു, സെക്യുലറിസം, എസ്റ്റാബ്ലിഷിംഗ് എ യൂണിഫോം സിവിൽ കോഡ്, അതേപോലെ തന്നെ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, നെക്സ്റ്റ് സോഷ്യൽ ഡിസ്പാരിറ്റീസ് എക്സെട്ര. ആദ്യം പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ്, അതായത് ലെറ്റ് us examine the nature of state responses to the social issues which are inherent in social process. ഈ സോഷ്യൽ ഇഷ്യൂസ് അതിനെങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യം പറയുന്നത് സെക്യുലറിസം. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മതേതരത്വം? 1976 42 അമെൻമെന്റ് അല്ലെങ്കിൽ 42ാമത്തെ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യ വാസ് ഫോർമലി ഡിക്ലെയർഡ് എ സെക്യുലർ സ്റ്റേറ്റ്. ഇന്ത്യയെ എന്തായിട്ട് ഡിക്ലെയർ ചെയ്തു എന്നാണ് പറയുന്നത്? ഒരു സെക്യുലർ സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു ഇൻ 1976 അണ്ടർ ദ 42nd അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇവിടെ പറയുന്നത് it may be interpreted to mean that there is no state religion, അതായത് ഇന്ന സ്റ്റേറ്റിൽ ഇന്ന മതം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. അതേപോലെ തന്നെ ആൻഡ് ദ സ്റ്റേറ്റ് ട്രീറ്റ്സ് ഓൾ റിലീജിയൻ ആസ് ഈക്വൽ, അതായത് എല്ലാ മതങ്ങളെയും എങ്ങനെയാണ് ഈക്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നോ റിലീജിയൻ ബീങ് ട്രീറ്റഡ് ആസ് സുപ്പീരിയർ ഓർ ഇൻഫീരിയർ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ അത് സുപ്പീരിയർ ആയിട്ടുള്ള മതമാണ്, അല്ലെങ്കിൽ ഇത് ഇത്തിരി നല്ല മതമാണ്, അല്ലെങ്കിൽ ഇതെന്താണ് നല്ല മതത്തിലെ ആൾക്കാരാണ്. അതേപോലെ തന്നെ ചിലത് എന്താണ് ഇൻഫീരിയർ ആണ്, അല്ലെങ്കിൽ ചിലത് സുപ്പീരിയർ ആണ്. അങ്ങനെയുള്ള ഒരു കൺസിഡറേഷനെ ഏത് മതത്തിനും കൊടുക്കുന്നില്ല. അതായത് ഒരു പ്രത്യേക പരിഗണനയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻസോ ഏത് മതത്തിനും കൊടുക്കുന്നില്ല. എല്ലാ മതവും എന്താണ് ഒരേപോലെയാണ് സ്റ്റേറ്റിന്റെ മുന്നിലെ എന്നാണ് പറയുന്നത്. അപ്പോൾ 1976 42ാമത്തെ അമെൻമെന്റിലാണ് നമ്മുടെ ഇന്ത്യയെ എന്തായിട്ട് കണക്കാക്കിയത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത്? ഒരു സെക്യുലർ സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കിയത്. there is no state religion, ഒരു പ്രത്യേക മതം. അതേപോലെ തന്നെ സ്റ്റേറ്റ് ട്രീറ്റ്സ് ഓൾ റിലീജിയൻ ആസ് ഈക്വൽ, എല്ലാ മതക്കാരെയും ഒരേപോലെയാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ മതത്തിനും ഒരേപോലെയുള്ള പരിഗണന തന്നെയാണ്. അതേപോലെ തന്നെ നോ റിലീജിയൻ ബീയിങ് ട്രീറ്റഡ് ആസ് സുപ്പീരിയർ ഓർ ഇൻഫീരിയർ, അതായത് ഇന്നവര് എന്താണ് സുപ്പീരിയർ ആണ്, അല്ലെങ്കിൽ ഇന്ന മതം എന്താണ് ഇൻഫീരിയർ ആണ്, അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ഡിഫറൻഷിയേഷനും സ്റ്റേറ്റ് ഇവിടെ കാണിക്കുന്നില്ല എന്നാണ് ഏത് പോയിന്റിൽ പറയുന്നത്? സെക്യുലറിസം എന്ന പോയിന്റിൽ. ഇനി അടുത്ത പോയിന്റ് യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് under subclause B of Article 25 of the Constitution, under subclause B Article 25 of the Constitution, it is provided that nothing will prevent the state from making any law providing for social welfare or reform. അതായത് ഈ ക്ലോസിൽ പറയുന്ന അല്ലെങ്കിൽ ഈ സബ് ക്ലോസിൽ ആർട്ടിക്കിൾ 25 സബ് ക്ലോസ് ബിയിൽ പറയുന്നത് നത്തിങ് വിൽ പ്രിവെന്റ് ദ സ്റ്റേറ്റ്, ഒരാളും എന്ത് ചെയ്യാനായിട്ട് പോകുന്നില്ല, സ്റ്റേറ്റിനെ പ്രിവെൻഷൻ നടത്താനായിട്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് തടസ്സം ചെയ്യാനായിട്ട് പോകുന്നില്ല. എന്തിൽ നിന്നും? മേക്കിംഗ് എനി ലോ പ്രൊവൈഡിങ് ഫോർ സോഷ്യൽ വെൽഫെയർ ഓർ റിഫോം, അതായത് സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റീഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ലോ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരാളും എന്തിനെ പിന്തിരിപ്പിക്കാനായിട്ട് പോകുന്നില്ല, നമ്മുടെ സ്റ്റേറ്റിനെ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ തടസ്സം ചെയ്യാനോ പോകുന്നില്ല. ഇറ്റ് അലൗസ് സം ഫ്രീഡം ഫോർ ഓപ്പണിംഗ് ദ ഹിന്ദു റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ എന്താണ് അനുവദിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരു തരത്തിലുള്ള
പ്രശ്നങ്ങളും ഉണ്ടാക്കപ്പെടുന്നില്ല. അലൗ ദം ഫ്രീഡം ഫോർ ഓപ്പണിംഗ് ദ ഹിന്ദു റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹിന്ദു റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പൺ ചെയ്യാനുള്ള ഫ്രീഡം അലൗ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആർക്ക്? ഫോർ ഓൾ ക്ലാസ്സസ്. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. For all classes and all sections of the Hindu. For all classes and all sections of the Hindu. ഇനി ഇവിടെ പറയുന്നത് the reference to Hindu religion under subclause B is explained to include person. അതായത് ഇതിൽ ആര് കൂടെ ഇൻക്ലൂഡഡ് ആണ്? persons professing the Buddhist, ജെയിൻ ആൻഡ് ദ സിഖ് റിലീജിയൻ. അവരും കൂടെ ഏതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറയുന്നത്? ഹിന്ദു റിലീജിയൻ. ദ റെഫറൻസ് ടു ഹിന്ദു റിലീജിയൻ അണ്ടർ സബ്ക്ലോസ് ബി എക്സ്പ്ലെയിൻ ടു ഇൻക്ലൂഡ് പേഴ്സൺസ് പ്രൊഫസിംഗ് ബുദ്ധിസ്റ്റ്, ജെയിൻ ആൻഡ് സിഖ് റിലീജിയൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് മൈനോറിറ്റി റൈറ്റ്സ്. മൈനോറിറ്റി റൈറ്റ്സുകൾ, അതായത് ഇന്ത്യയിലെ ഓൾ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ആൻഡ് എത്നിക് ഗ്രൂപ്പ്സ് എക്സെപ്റ്റ് ഹിന്ദുസ്. അതായത് വിവിധ തരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് അതേപോലെ തന്നെ എത്നിക് ഗ്രൂപ്പ്സ് എക്സെപ്റ്റ് ഹിന്ദുസ്. ഹിന്ദു ഒഴികെയുള്ള പല കമ്മ്യൂണിറ്റീസും അല്ലാന്നുണ്ടെങ്കിൽ എത്നിക് ഗ്രൂപ്പ്സും എന്ത് വിഭാഗത്തിൽ പെടുന്നവരാണ്? മൈനോറിറ്റി ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നവരാണ്. അപ്പോൾ this categorization is based mainly on the numerical strength of the group. ആ ഗ്രൂപ്പുകാരുടെ ന്യൂമറിക്കൽ സ്ട്രെങ്ത്തിനനുസരിച്ചാണ് എന്ത് നടത്തുന്നത്? കാറ്റഗറൈസേഷൻ നടത്തുന്നത്. അതായത് മൈനോറിറ്റി ആണോ എങ്ങനെയാണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ നമ്പറിനനുസരിച്ചാണ്. അതിന് വേണ്ടതായിട്ടുള്ള പ്രൊവിഷൻസും ഉണ്ട് എന്നാണ് പറയുന്നത്. there are constitutional provisions which guarantee the right of all religious communities. ഇങ്ങനെയുള്ള ഈ ഓരോ മൈനോറിറ്റി ഗ്രൂപ്പുകാർക്കും വേണ്ടിയിട്ട് പ്രത്യേകിച്ചും എന്തുണ്ടാക്കിയിട്ടുണ്ട്? കുറെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ടു പ്രൊഫസ് their religious beliefs. അതായത് അവർക്ക് ഓരോരുത്തർക്കും ഓരോ എന്താണ് മതപരമായ അല്ലെങ്കിൽ അവരുടെ വർഗപരമായിട്ടുള്ള എന്തുണ്ടായിരിക്കാം? വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ അതും എന്ത് ചെയ്യണം? അംഗീകരിക്കപ്പെടണം. പ്രൊഫസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കപ്പെടുക എന്നാണ്. അപ്പൊ അതും അംഗീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള റൈറ്റ്സുകളെല്ലാം ഗ്യാരണ്ടി നൽകുന്നതിന് വേണ്ടതായിട്ടുള്ള കുറെ പ്രൊവിഷൻസ് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്? ഫോർമാറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ രൂപം കൊടുത്തിട്ടുണ്ട്. ഇനി അണ്ടർ ആർട്ടിക്കിൾ 15 and 16 no discrimination is permitted in places of public use and in respect of appointment of government officers. അതായത് ആർട്ടിക്കിൾ 15 അതേപോലെ തന്നെ 16 അതിൽ പറയുന്നത് ഒരു തരത്തിലുള്ള വേർതിരിവും നോ ഡിസ്ക്രിമിനേഷൻ ഈസ് പെർമിറ്റഡ് ഇൻ പബ്ലിക് യൂസ്, അതായത് പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ, ആൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് അപ്പോയിന്റ്മെന്റ്സ് ടു ഗവൺമെന്റ് ഓഫീസേഴ്സ്. പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക് യൂസസിലും അതേപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസസുകളിൽ വരുന്ന അപ്പോയിന്റ്മെന്റും നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള വേർതിരിവും എന്താണ് ഉണ്ടായിരിക്കില്ല എന്നുള്ളത് ഏതിൽ പറയുന്നുണ്ട്? അണ്ടർ 15 അതേപോലെ തന്നെ ആൻഡ് അണ്ടർ 16 ആർട്ടിക്കിൾസ് പ്രകാരം പറയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഡിസ്പാരിറ്റീസ് ആൻഡ് റിസർവേഷൻ. സോഷ്യൽ ഡിസ്പാരിറ്റീസ് ആൻഡ് റിസർവേഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുണ്ട്. റെക്കഗ്നൈസ്ഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് വൈഡ് സോഷ്യൽ ഡിസ്പാരിറ്റീസ് എമംഗ് ദ പീപ്പിൾ ഇൻ ഇന്ത്യ ആൻഡ് ദസ് മെയ്ഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് വീക്കർ സെക്ഷൻസ്. അതായത് വൈഡ് സോഷ്യൽ ഡിസ്പാരിറ്റീസ് ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന. എങ്ങനെയൊക്കെ നമ്മൾ എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിലും കുറേയൊക്കെ കാര്യങ്ങളിൽ എന്തുണ്ട്? ഒരു ഡിസ്പാരിറ്റീസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതായത് ഇപ്പൊ അവിടെ എന്താണ് ഒരു ഡിസ്പാരിറ്റി എവിടെയാണ് നടക്കുന്നത്? വീക്കർ സെക്ഷൻസ് തമ്മിലാണ് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് റെക്കഗ്നൈസ് ചെയ്യുകയും കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. Constitution recognized the existence of wide social disparities among the people in India and thus made a special provision for upliftment of the weaker section. ഈ weaker sections അല്ലേ എപ്പോഴും ബലിയാടാകുന്നത് ആരാണ്? നമ്മുടെ സമൂഹത്തിലെ വീക്കർ സെക്ഷൻസ് ആണ്. അപ്പോൾ അവരുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊണ്ടുവരുന്നു. ത്രൂ ദ റിസർവേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സീറ്റ്സ് ആൻഡ് ജോബ്സ് ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. അതായത് പിന്നോക്ക വിഭാഗത്തിൽ പെടുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ലെജിസ്ലേറ്റീവ് സീറ്റ്സുകളും അതേപോലെ തന്നെ ജോബുകളും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? റിസർവേഷൻ ചെയ്യപ്പെടുന്നുണ്ട്.
The President of India announced in 1950 the list of scheduled caste and scheduled tribes. നമ്മുടെ പ്രസിഡന്റ് 1950 എന്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ഏതൊക്കെയാണ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അണ്ടർ ക്ലോസ് 4 ഓഫ് ദ ആർട്ടിക്കിൾ 15 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ further provided state could make a special provision for the advancement of socially and educationally backward classes as a category distinct from scheduled caste and scheduled tribe. ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും എന്താണ് പ്രത്യേക സംവരണവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനിയോ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതായത് സോഷ്യലിയും അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായ ബാക്ക്വേർഡ് ക്ലാസ്സുകളിലുള്ളവർക്കും എന്താണ് ഒരു പ്രത്യേക കാറ്റഗറി എന്ന നിലയ്ക്ക് ഏതിൽ നിന്നും വ്യത്യസ്തമായിട്ട് SC ST അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക കാറ്റഗറി, അത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിനാണ്. അവർക്കും എന്ത് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്, പ്രത്യേകം പ്രൊവിഷൻസ് കാര്യങ്ങളൊക്കെ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ആര് ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മുടെ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ പൊളിറ്റിക്കൽ പ്രോസസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് റെലവെന്റ് ടു ദ പൊളിറ്റിക്കൽ പ്രോസസ്? ഇവിടെ പറയുന്നത് ആദ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സും അടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസിയുമാണ്. ആദ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇപ്പോൾ ആർട്ടിക്കിൾ 12 to 35 ഓഫ് പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ, പാർട്ട് 3 12 മുതൽ 35 വരെ എന്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ, വിച്ച് ആർ എയിംഡ് അറ്റ് പ്രൊട്ടക്റ്റിംഗ് സർട്ടൻ ബേസിക് റൈറ്റ്സ് ഓഫ് സിറ്റിസൺ, അതായത് നമ്മുടെ ചില ബേസിക് ആയിട്ടുള്ള റൈറ്റ്സുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഏതിന്റെ ലക്ഷ്യം? ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ലക്ഷ്യം. റെസ്ട്രിക്റ്റിംഗ് ദ പവേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റർ ആൻഡ് ഗവൺമെന്റ്, അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ലെജിസ്ലേറ്റർ അവരുടെ പവറുകളെ ഒന്ന് റെസ്ട്രിക്ഷൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. നമുക്കറിയാം ആർട്ടിക്കിൾ പ്രൊവൈഡ് 6 ബ്രോഡ് കാറ്റഗറീസ് ഓഫ് റൈറ്റ്സ്, അല്ലെ? 6 റൈറ്റ്സുകളെ കുറിച്ചാണ്, അല്ലെ? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എത്രമാണ്? 6 വിച്ച് ആർ എൻഫോഴ്സിബിൾ ഇൻ ദ കോർട്ട് ഓഫ് ലോ. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ റൈറ്റ് ടു ഈക്വാലിറ്റി. റൈറ്റ് ടു ഈക്വാലിറ്റി, അതായത് നിയമത്തിന്റെ മുന്നിലായിക്കോട്ടെ, അതേപോലെ തന്നെ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, അതായത് നിയമത്തിന്റെ മുന്നിലും അതേപോലെ തന്നെ നമ്മളെ മതപരമായോ അതേപോലെ തന്നെ റേസിനനുസരിച്ചോ കാസ്റ്റിനനുസരിച്ചോ സെക്സിനനുസരിച്ചോ പ്ലേസ് ഓഫ് ബർത്ത്, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്, അതായത് നമ്മൾ ഒരു തരത്തിലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, വേർതിരിക്കാനായിട്ട് പാടില്ല പറഞ്ഞു. റിലീജിയൻ, അതേപോലെ തന്നെ റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ഇതിന്റെ ബേസിസിലൊന്നും നമുക്ക് ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മളതിനെ ഡിസ്ക്രിമിനേഷൻ നടത്താനായിട്ട് പാടില്ല. നമ്മൾ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അതേപോലെ തന്നെ ഇപ്പൊ തൊഴിലിന്റെ കാര്യത്തിലായാലും ശരി, ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അവസരം എന്ന് പറയുന്നത് തുല്യമായിരിക്കണം. അതാണ് റൈറ്റ് ഓഫ് ഈക്വാലിറ്റി എന്ന പോയിന്റിൽ പറയുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ഓഫ് ഈക്വാലിറ്റി എന്ന റൈറ്റിൽ പറയുന്നത്. രണ്ടാമത്തെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതായത് നമുക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രൊവൈഡ് ചെയ്യാനും, അതാണ് റൈറ്റ് ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അസംബ്ലി, അസോസിയേഷൻ ഓർ യൂണിയൻ മൂവ്മെന്റ്, റെസിഡൻസ് ആൻഡ് റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ഓക്യുപ്പേഷൻ, അതായത് ഏതൊരു സ്ഥലത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലായിക്കോട്ടെ നമുക്ക് നമ്മുടേതായ രീതിയിൽ അഭിപ്രായം പറയാനും സംസാരിക്കാനുമുള്ള റൈറ്റ്. അതേപോലെ റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ഓക്യുപ്പേഷൻ, ഏത് പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് ജോലിയാണ് എന്നുണ്ടെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് തുല്യ അവകാശമാണ് ഉള്ളത്. അല്ലാതെ ഇന്നവർക്കേ പറ്റുള്ളൂ ഇന്നവർക്ക് പറ്റില്ല അങ്ങനെയുള്ള കാഴ്ചപ്പാടൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെയാണ് ചാൻസസ്. ഇനി അടുത്തത് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. പ്രോഹിബിറ്റിംഗ് ഓൾ ഫോംസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ,
ചൈൽഡ് ലേബർ ആൻഡ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. അതായത് നമ്മൾ ഒരു തരത്തിലും ചൂഷണം ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പം നമ്മൾ തൊഴിൽ സ്ഥലത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ എന്താണ് നമ്മളെ ആണെന്നോ അല്ലെങ്കിൽ പെണ്ണെന്നോ ഉള്ള ഒരു വിവേചനമോ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള, അതായത് അവർ വലിയവനാണ് അല്ലെങ്കിൽ ഇവ ചെറുതാണ് അവൾ വലിയവളാണ്, അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള തരംതിരിവും ഇല്ലാതെ എന്താണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരമുണ്ട്. അതായത് നമ്മൾ എന്തിനു നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, റിയാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇനി ഫോർത്ത് വൺ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് കോൺസയൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പോഗേഷൻ ഓഫ് റിലീജിയൻ. അതായത് ഇപ്പോൾ പ്രൊപ്പോഗേഷൻ ഓഫ് റിലീജിയൻ, അതായത് മതപരമായിട്ടുള്ള പ്രചാരണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രീ പ്രൊഫഷൻ, അതിനെതിരെ അല്ലേ, ഫ്രീ പ്രൊഫഷൻ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നമുക്ക് ആക്ഷൻ എടുക്കാനായിട്ട് എന്തുണ്ട്, നിയമങ്ങളുണ്ട്. അതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് കോൺസയൻസ് എന്ന് പറഞ്ഞാൽ. ഇനി ഫിഫ്ത്ത് വൺ, റൈറ്റ് ഓഫ് എനി സെക്ഷൻ ഓഫ് സിറ്റിസൺ ടു കൺസേർവ് ദെയർ കൾച്ചർ. അതായത് നമ്മുടേതായിട്ടുള്ള സംസ്കാരം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സംരക്ഷിക്കാനായിട്ട്. ലാംഗ്വേജ് ഓഫ് സ്ക്രിപ്റ്റ് ആൻഡ് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് to establish and administer educational institution of their choice. അതായത് നമുക്ക് വിദ്യാഭ്യാസപരമായ ഏതെങ്കിലും ഒരു സ്ഥാപനം ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുവാനോ നമുക്ക് നമ്മുടേതായിട്ടുള്ള താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ കൾച്ചർ ആയിക്കോട്ടെ, നമ്മുടെ ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മുടെ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് കാര്യമായാലും അതിനെ കൺസർവ് ചെയ്യാനുള്ള അധികാരം നമുക്ക് ഉണ്ടായിരിക്കും. അതിനൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് നമുക്കിപ്പോൾ ഈ അടിസ്ഥാനപരമായി കുറേ അവകാശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി അതിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് റെമഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാനും സാധിക്കും. അതാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് അത് എൻ്റെ അവകാശമാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരി തന്നെയാണ്, എൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്നുള്ളത് നമ്മൾ എന്താണ് സ്വയം തീരുമാനിക്കുവാനും, അതല്ല അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും നമ്മളെ എതിർക്കാനായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് കേസ് ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് പരിഹാര മാർഗങ്ങൾ എടുക്കുവാനോ ഉള്ള അധികാരമുണ്ട് എന്നാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിൽ പറയുന്നത്. ഇതാണ് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് എന്തൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇക്കണോമിക്കലി സിഗ്നിഫിക്കൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് 38 മുതൽ 48 വരെയാണ് പറയുന്നത്. ആർട്ടിക്കിൾസ് 38 മുതൽ 48 വരെയാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത്, സ്റ്റേറ്റ് ഷാൾ സ്ട്രൈവ് ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ബൈ സെക്യൂറിങ് ആൻഡ് പ്രൊട്ടക്ടിങ് their justice, social, economic and political. അതായത് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, അതായത് ബൈ സെക്യൂറിങ് ആൻഡ് പ്രൊട്ടക്ടിങ് എന്നാണ് പറയുന്നത്. അവരുടേതായുള്ള കാര്യങ്ങളൊക്കെ സെക്യൂറിങ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറേ വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ആര് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ആര് പ്രൊമോട്ട് ചെയ്യുന്നു, നമ്മുടെ സ്റ്റേറ്റ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ഷാൾ സ്ട്രൈവ് ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. സ്റ്റേറ്റ് ഷാൾ സ്ട്രൈവ് ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. അടുത്തത് പറയുന്നത്, സ്റ്റേറ്റ് സ്ട്രൈവ് ടു മിനിമൈസ് ദ ഇനീക്വാളിറ്റീസ് ഇൻ ഇൻകം ആൻഡ് ടു എലിമിനേറ്റ് ഇനീക്വാളിറ്റീസ് ഇൻ സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ് എക്സെട്ര. അതായത് ഇൻകത്തിലുള്ള, അതേപോലെ തന്നെ സ്റ്റാറ്റസ്, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലുള്ള ഇനീക്വാളിറ്റീസിനെ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, മിനിമൈസേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. തേർഡ് പോയിന്റിൽ കുറേ സബായിട്ട് പോയിന്റുകൾ വരുന്നുണ്ട്. സ്റ്റേറ്റ് ഷാൾ ഇൻ പെർട്ടിക്കുലർ ഡയറക്റ്റ് ഇറ്റ്സ് പോളിസി ടുവേർഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ പോയിന്റുകൾ പറയുന്നുണ്ട്. അതായത് സിറ്റിസൺ മെൻ ആൻഡ് വുമൺ ഈക്വലി ഹാവ് ദ റൈറ്റ് ടു എനി ആഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. അതായത് ആഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡിനുള്ള അധികാരം എന്ന് പറയുന്നത് എങ്ങനെയാണ്, മെന്നിനും വുമണിനും എങ്ങനെയാണ്, ഈക്വലി ആണ് എന്നാണ് പറയുന്നത്.
that the citizen, men and women, equally have the right to an adequate means of livelihood. നെക്സ്റ്റ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ദ മെറ്റീരിയൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ബെസ്റ്റ് ടു സബ്സർവ് ദ കോമൺ ഗുഡ്. അതായത് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ദ മെറ്റീരിയൽ റിസോഴ്സസ് എന്ന് പറയുന്നത്, മെറ്റീരിയൽ റിസോഴ്സസിന്റെ ഓണർഷിപ്പ് അതേപോലെ തന്നെ കൺട്രോൾ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ബെസ്റ്റ്. അതെങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു? കോമൺ ഗുഡിന് വേണ്ടിയിട്ട്, അതായത് എല്ലാവരുടെയും ഒരേപോലെയുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മെറ്റീരിയൽ റിസോഴ്സസ് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഓപ്പറേഷൻ ഓഫ് ദ ഇക്കണോമിക് സിസ്റ്റം ഡസ് നോട്ട് റിസൾട്ട് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ കോമൺ ഡിട്രിമെന്റ്. അതായത് നമ്മുടെ ഇക്കണോമിക് സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് does not result in the concentration of wealth and means of production to the common detriment. അതായത് അത് മുഖാന്തരം ഉണ്ടാകാനായിട്ട് പാടില്ല, കോമൺ ഡിട്രിമെന്റ് ഉണ്ടാകാനായിട്ട് പാടില്ല. കോമൺ ഡിട്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള നഷ്ടം ഉണ്ടാകാനായിട്ട് പാടില്ല. There is equal pay for equal work for both men and women. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെയുള്ള വർക്കിന് ഒരേപോലെയുള്ള കൂലി, അല്ലാന്നുണ്ടെങ്കിൽ ഈക്വൽ പേയ്മെന്റ് എന്നാണ് പറയുന്നത്. അടുത്തത്, ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ വർക്കേഴ്സ്, മെൻ ആൻഡ് വുമൺ ആൻഡ് ദ ടെൻഡർ ഏജ് ഓഫ് ചിൽഡ്രൻ ആർ നോട്ട് അബ്യൂസ്ഡ്. അതായത് ചിൽഡ്രൻ്റെ ഏജിനെ അല്ലേ, അവരുടെ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അങ്ങനെ മറ്റുള്ളവരെ പോലെ അധ്വാനിക്കാനോ ഒന്നുമുള്ള കപ്പാസിറ്റി ഒന്നും എത്തിയിട്ടുണ്ടായിരിക്കില്ല. അപ്പം അവർ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? ഒരുപാട് ചൂഷണം ചെയ്യാനായിട്ട് പാടില്ല. അതായത് അവരുടെ ഹെൽത്തിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ വർക്കേഴ്സ്, മെൻ ആൻഡ് വുമൺ. അതായത് അവരുടെ ഹെൽത്ത് അതേപോലെ തന്നെ അവരുടെ സ്ട്രെങ്ത്, മെൻ ആയിക്കോട്ടെ വുമൺ ആയിക്കോട്ടെ അതേപോലെ തന്നെ കുട്ടികളായിക്കോട്ടെ, അവരുടെ കാര്യങ്ങളിലും എല്ലാമുള്ള ശ്രദ്ധ. And next one പറയുന്നത്, children are given opportunities and facilities to develop in a healthy manner and condition of freedom and dignity. അതായത് ചിൽഡ്രൻ ആർ ഗിവൺ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ്, അവരുടെ എന്താ പറയുക ഹെൽത്തി മാനർ, അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇൻ ഹെൽത്തി മാനർ ആൻഡ് ഇൻ കണ്ടീഷൻസ് ഓഫ് ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി കൊടുക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈക്വലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റേറ്റ് എൻഷുർ that the operation of the legal system promote justice. എന്ത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്? ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഷാൾ ടേക്ക് സ്റ്റെപ്സ് ടു ഓർഗനൈസ് വില്ലേജ് ആൻഡ് പഞ്ചായത്സ് ആൻഡ് എൻഡോ ദം വിത്ത് സച്ച് പവേഴ്സ് ആൻഡ് അതോറിറ്റി ആസ് മേ ബി നെസസറി to enable them to function as unit of self-government. State shall take steps to organize village and പഞ്ചായത്ത്, അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള സ്റ്റെപ്സുകളെല്ലാം എടുത്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഷാൾ വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ഇറ്റ്സ് ഇക്കണോമിക് കപ്പാസിറ്റി ആൻഡ് ഡെവലപ്മെന്റ് മേക്ക് എഫക്റ്റീവ് പ്രൊവിഷൻസ് ഫോർ സെക്യൂറിംഗ് ദ റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഉള്ള സിറ്റുവേഷനിൽ, അതേപോലെ തന്നെ ഓൾഡ് ഏജ്, അതേപോലെ തന്നെ സിക്കായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ ഡിസേബിൾമെൻറ്റ്, ഇങ്ങനെയുള്ളവരുടെ എല്ലാം അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ആര് പ്രൊവൈഡ് ചെയ്യണം? നമ്മുടെ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതിന് വേണ്ടതായിട്ടുള്ള പ്രിൻസിപ്പിൾസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി സ്റ്റേറ്റ് മേക്ക് പ്രൊവിഷൻസ് ഫോർ സെക്യൂറിംഗ് ജസ്റ്റ് and humane conditions of work and for maternity relief etc. maternity reliefന് വേണ്ടതായിട്ടുള്ള പ്രൊവിഷൻസ്, അതേപോലെ തന്നെ സെക്യൂറിംഗ് ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നീതിക്ക് നിരക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്നാണ് പറയണത്. അടുത്തത്, സ്റ്റേറ്റ് ഷാൾ എൻഡിവർ ടു സെക്യൂർ by suitable legislation economic organization to all workers, agricultural, industrial or otherwise. അതായത് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ ഓർ അതർവൈസ് അവർക്കൊക്കെ എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണ് ലെജിസ്ലേഷൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർ സെക്യൂർ ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഷാൾ ടേക്ക് സ്റ്റെപ്സ് to secure the participation of workers in the management of undertaking establishment.
അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോഴോ ഒക്കെ ആരെ കൂടെ പാർട്ടിസിപ്പേഷൻ ചെയ്യിക്കണം, നമ്മുടെ വർക്കേഴ്സിനെ കൂടെ പാർട്ടിസിപ്പേഷൻ ചെയ്യിക്കണം. അതിന് നമ്മൾ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും അത് ചെയ്താലുള്ള ഗുണങ്ങളും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്റ്റേറ്റ് പ്രൊമോട്ട് സ്പെഷ്യൽ കെയർ ദ എഡ്യൂക്കേഷണൽ ആൻഡ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. പ്രധാനമായിട്ടും വീക്കർ സെക്ഷൻസിൻ്റെതായുള്ള ഡെവലപ്മെൻറ്റ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ സാമ്പത്തികപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതും അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ കാര്യങ്ങൾക്കും എല്ലാം എന്താണ് പ്രത്യേക കെയർ കൊടുക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി 11th പോയിന്റിൽ പറയുന്നത് സ്റ്റേറ്റ് ഷാൾ റിഗാർഡ് റേസിംഗ് ഓഫ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതായത് ജനങ്ങളുടെ ന്യൂട്രീഷൻ അല്ലേ ആ ലെവൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, റേസ് ചെയ്യണം. അതേപോലെ തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് സാധിക്കുക അത് പരമാവധി എന്താണ് ഉൾക്കൊള്ളിക്കുക അവരുടെ പ്രിൻസിപ്പിളിൽ. നെക്സ്റ്റ് പറയുന്നത് ആനിമൽ ഹസ്ബൻഡറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് മൃഗസംരക്ഷണം അല്ലേ, മനുഷ്യന്മാരെ മാത്രം സംരക്ഷിച്ചാൽ പോരല്ലോ, മൃഗങ്ങളെയും സംരക്ഷിക്കണമല്ലോ. ഓൺ മോഡേൺ ആൻഡ് സയൻറ്റിഫിക് ലൈൻ, അതായത് പല മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളൊക്കെ അതിൽ കൊണ്ടുവരിക, അവരുടെ ഇമ്പ്രൂവ്മെൻറ്റിന് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെയും ഇതേപോലെ തന്നെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെ സംരക്ഷിച്ചാൽ ആർക്കും തന്നെയാണ് ഗുണം, നമ്മൾ അല്ലേ ഹ്യൂമൻ ബീയിങ്സിന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടി എന്താണ് അവരുടെ സംരക്ഷണം കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള പ്രൊവിഷൻസ്. ആൻഡ് ലാസ്റ്റ് വൺ പറയുന്നത് endeavor to protect and improve the environment and to safeguard the interest and വൈൽഡ് ലൈഫ് ഓഫ് ദ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വൈൽഡ് ലൈഫും അതേപോലെ തന്നെ ഫോറസ്റ്റ് അല്ലേ, അതേപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ കാര്യങ്ങളൊക്കെ എന്താണ് സംരക്ഷിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള പ്രൊവിഷൻസും കൂടി ഏതിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കണം, നമ്മുടെ പ്രിൻസിപ്പിളിൽ ഉൾക്കൊള്ളിച്ചതായിരിക്കണം, അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രിൻസിപ്പിളാണ് നമ്മുടെ സ്റ്റേറ്റ് കൊണ്ടുവരേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.